സമസ്ത ലീഗ് സമവായ ചർച്ച കോഴിക്കോട്. ചർച്ചയിൽ പങ്കെടുക്കാൻ PK കുഞ്ഞാലിക്കുട്ടി എത്തി. ചർച്ചയിൽ ലീഗ് അനുകൂല, ലീഗ് വിരുദ്ധ വിഭാഗത്തിൽ നിന്ന് 10 പേർ വീതം പങ്കെടുക്കും. ജിഫ്രി തങ്ങളെ പരോക്ഷമായി വിമർശിച്ചതിന് മുശാവറയിൽ നിന്ന് മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കാൻ സമസ്ത നേതൃത്വത്തോട് ലീഗ് വീണ്ടും ആവശ്യപ്പെടും. രതീഷ് വാസുദേവൻ നമുക്കൊപ്പം ചേരുകയാണ്. രതീഷ്, ഒരു സമവായം ഉണ്ടാകുമോ? ബിനിൽ, ഇതിനു മുമ്പും കഴിഞ്ഞ മാസം ഇതുപോലെ തന്നെ തരത്തിൽ ഇത്തരം തർക്കങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ പുതിയ ചില ആവശ്യങ്ങൾ കൂടി ലീഗ് വിരുദ്ധ വിഭാഗം അല്ലെങ്കിൽ ലീഗ് അനുകൂല, ഈ രണ്ട് പണ്ഡിത വിഭാഗത്തിൽ നിന്നും അതേപോലെ തന്നെ ലീഗ് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ആളുകളുടെ വിഭാഗത്തിൽ നിന്നും തമ്മിലുള്ള തർക്കങ്ങളാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ച തന്നെ അബ്ദുൽ ഹക്കീം ഫൈസിയെ ആദർശേരിയെ തെരഞ്ഞെടുത്തത് CIC-യുടെ ജനറൽ സെക്രട്ടറിയായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് വലിയ വിവാദമായിരുന്നു. അത് വീണ്ടും ഈ ചർച്ചയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഈ സുപ്രഭാതം വരിക്കാരെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളുണ്ട്. തങ്ങൾക്കറിയില്ല എന്ന തരത്തിൽ ചില ലീഗ് അനുകൂല സംസ്ഥയിലുള്ള ആളുകൾ സംസാരിച്ചു എന്ന തരത്തിലുള്ള ചർച്ചയുണ്ട്. അത് മാത്രമല്ല, ജിഫ്രി തങ്ങളെ നേരത്തെ സൂചിപ്പിച്ച ജിഫ്രി തങ്ങളെ പരോക്ഷമായി മുശാവറയിൽ വിമർശിച്ചതിനെ സംബന്ധിച്ച് മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്തിരുന്നു. അത് പിൻവലിക്കണമെന്ന് ലീഗ് വിഭാഗം ആവശ്യപ്പെടും. അതുപോലെ തന്നെ സുന്നി മഹൽ ഫെഡറേഷന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ചിലയിടത്ത് പിടിച്ചടക്കൽ ഉണ്ടായി എന്നൊക്കെ ആക്ഷേപങ്ങൾ ഇരു വിഭാഗങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഉണ്ടാകുമെന്നാണ് മനസ്സിലാവുന്നത്. മാത്രവുമല്ല, സംസ്ഥയുടെ 100ാം വാർഷിക ആഘോഷമാണ്. അതുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘം രൂപീകരണത്തിൽ പോലും ചില തർക്കങ്ങളും ചില ഏകപക്ഷീയ നിലപാടുകളും ഉണ്ടായി. അത് ഉൾപ്പെടെ ചർച്ച ചെയ്യും. മാത്രവുമല്ല, ലീഗും സംസ്ഥയുമായി ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം ലീഗിന് തന്നെയാണ്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതൊക്കെ മുൻകൂട്ടി കണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മഞ്ഞുരുക്കലിന് ലീഗ് മുൻകൈ എടുത്തതെന്നാണ് സാധിക്കുന്നത്. എന്തായാലും സമസ്തയും ലീഗും ഉള്ള ഒന്നിച്ചു പോക്ക് വളരെ നിർണായകമാണ്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ മുന്നോട്ട് പോക്കിനൊന്നും കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം ഒരുപക്ഷേ ലീഗിന്റെ നേതൃത്വത്തിൽ PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളും ഈ ചർച്ചയിൽ സംസാരിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും വളരെ നിർണായകമാണ് ലീഗിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ സംസ്ഥയെ സംബന്ധിച്ചും ഒക്കെ തന്നെ ഈ ഇന്നത്തെ ചർച്ച. കാരണം അത് വരുന്ന ആളുകളുള്ള ലീഗിന്റെ രാഷ്ട്രീയ മുന്നോട്ട് പോക്കിനും സംസ്ഥയുടെ ഏകീകരണമായിട്ടുള്ള മുന്നോട്ട് പോക്കിനും ഒക്കെ തന്നെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ മദ്രസ വിവാദമൊക്കെ, മദ്രസ സമയ വിവാദമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ലീഗിന്റെ നിലപാട് അനുകൂലമായിരുന്നു. അത്തരത്തിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കിന് സംസ്ഥയ്ക്ക് ലീഗിനെയും ആവശ്യമാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് പരസ്പരം ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ പ്രശ്നപരിഹാരത്തിന് എന്താണ് വഴി എന്ന ആലോചിക്കൽ തന്നെയായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുക. എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ യോഗം ആരംഭിക്കും. ബിനിൽ, രതീഷ, എന്നെ കേൾക്കാമെങ്കിൽ ഈ സമസ്തയുടെ മുശാവറ യോഗത്തിൽ ഉൾപ്പെടെ ലീഗുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വലിയ ഭിന്നിപ്പുണ്ടായി. ഒരു മുശാവറ യോഗത്തിൽ വെച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന പല വാർത്തകളും വിവാദങ്ങളും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. CIC-യുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെല്ലാം തന്നെ പാണക്കാട് കുടുംബത്തിൻ്റെ ഒരു ആധിപത്യം ഇതിൽ അധികമായി ഉയർന്നു വരുന്നു എന്ന പല വിമർശനങ്ങൾ ലീഗ് വിരുദ്ധർ ഉന്നയിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ PMA സലാം എടുത്ത നിലപാടുകളൊക്കെ നമുക്ക് വ്യക്തമാണ്. അപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി തന്നെ വന്നത് ഇതിൽ അവസാനമായ ഒരു തീർപ്പെത്തിക്കാം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകൾ അടുത്ത് വരികയാണല്ലോ, തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും. അപ്പോൾ ഒരു അന്തിമ തീർപ്പിലേക്ക് ഈ ചർച്ചയിൽ എത്തിക്കാനാകും എന്നൊരു പ്രതീക്ഷ ലീഗ് നേതൃത്വത്തിനുണ്ടോ? തീർച്ചയായും ബിനിൽ സൂചിപ്പിച്ച ആ ആശങ്ക ലീഗിനുണ്ട്, അതുപോലെ തന്നെ സമസ്തയ്ക്കുണ്ട്. കാരണം ലീഗിന് വളരെ പ്രധാനപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. അതുപോലെ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ പോരാത്തതിന് 2 തവണയായി UDF ഭരണത്തിലില്ലാത്ത സാഹചര്യത്തിൽ UDF ആ തരത്തിൽ കൂടി രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ നിർണായകമാണ്. അതിന് സമസ്തയുടെ ഒരു ഇടപെടൽ, അനുകൂല നിലപാട് രാഷ്ട്രീയ വിജയം കൈവരിക്കുന്നതിൽ പോലും ലീഗിന് നിർണായകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ലീഗിലെ സമസ്ത വിരുദ്ധ പരാമർശം നടത്തുന്ന ആളുകൾക്കെതിരെയുള്ള ലീഗിന്റെ നടപടി, പണ്ഡിത വിഭാഗത്തിന്റെ നടപടി ലീഗിനെ വല്ലാതെ ചൊടിപ്പിക്കുന്നത്. മാത്രവുമല്ല, സാദിഖ് അലി ശിഹാബ് തങ്ങളും പണ്ഡിത സഭയുമായിട്ടുള്ള ചില അസ്വാരസ്യങ്ങൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ഡിത സഭ അദ്ദേഹത്തെ ഈ പണ്ഡിത സഭയിൽ ഒരു സംസ്ഥാന അധ്യക്ഷൻ, ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സാധാരണഗതിയിൽ ഈ പണ്ഡിത സഭയിൽ കൂടി അംഗമാകേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ സാദിഖ് അലി തങ്ങൾ ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇതിൽ പങ്കെടുപ്പിക്കുന്നില്ല, ചേർക്കുന്നില്ല എന്നതൊരു വലിയ വിവാദം തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ
ഒടുവിൽ ലീഗ് ശരി. സമസ്ത സംഘർഷം ഉണ്ടാവുന്നത്. ഇതെല്ലാം അടിസ്ഥാനപരമായി സാദിഖ് അലി തങ്ങളുടെ മേൽക്കോയ്മയ്ക്കാണെന്നാണ് സമസ്ത വിഭാഗം ആക്ഷേപിക്കുന്നത്. ഇത്തരം ചർച്ചകൾക്ക് വിവാദങ്ങൾക്ക് ഇടയിലാണ് ഇപ്പോൾ ഈ മഞ്ഞുരുക്കലിന് ഭാഗമായിട്ട് നേതൃത്വത്തിൽ ഉറപ്പായും ലീഗ് വിരുദ്ധരെ സമസ്തയിലെ ലീഗ് വിരുദ്ധരെ അന്വയിപ്പിക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടിക്കാകുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം കൂടി നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഒരു സമവായ ചർച്ചയാണ് അല്പസമയത്തിനോടകം തന്നെ കോഴിക്കോട് ആരംഭിക്കാൻ പോകുന്നത്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.